ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാകും. ചോദ്യോത്തരവേള മുതൽ പ്രതിപക്ഷം പ്രതിഷേധിക്കും. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്ന് കാട്ടി മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പ്രമേയം അവതരിപ്പിക്കും. വിവരങ്ങളുമായി അൻഫ്ലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫ്ലിറ്റ്, കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് ചോദ്യോത്തരവേള മുതൽ, അതായത് സഭാ നടപടികൾ ആരംഭിച്ചത് മുതൽക്ക് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം നടത്തി. ഇന്നും സമാനമായ രീതിയിൽ തന്നെയായിരിക്കുമോ സഭാ നടപടികൾ തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ നീക്കം? തീർച്ചയായും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ, അതായത് കഴിഞ്ഞ ദിവസം കണ്ടൊരു അസാധാരണമായ രീതിയിലായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാട്. അതായത് തുടക്കം മുതൽ തന്നെ രാവിലെ 9 മണിക്ക് ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെയും പ്രതിപക്ഷം വലിയ രീതിയിൽ പ്ലക്കാർഡുകളൊക്കെ ഉയർത്തി സഭയിൽ, അതായത് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുക എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉന്നയിക്കുന്നത് ഈ SITയുടെ അന്വേഷണത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ് സർക്കാർ. കാരണം സർക്കാർ പിടിമുറുക്കിയിരിക്കുന്ന SITയുടെ അന്വേഷണത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ഈ പ്രതികളൊക്കെയും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. 90 ദിവസം കഴിഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങി യഥേഷ്ടം സഞ്ചരിക്കാൻ, ഇവരെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കി കൊടുക്കുന്നു. ഇതിൽ സർക്കാരിൻ്റെ ഇടപെടൽ, അതിൽ മുഖ്യമന്ത്രി ഓഫീസാണ് നിയന്ത്രിക്കുന്നത് SITയെ. ഇത് ആരോപിച്ചാണ്, ഈ ആരോപണം കടുപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, സഭാ നടപടികൾ തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് ഇത് സഭയുമായി സഹകരിക്കില്ല എന്ന് പറയുന്നു. അതേ നിലപാട് സമാനമായ രീതിയിൽ തന്നെ ഇന്നും സഭയിൽ, കാരണം ഇന്നും നാളെയും കൂടി കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ചത്തേക്ക് സഭ ഉണ്ടാവുകയില്ല. അപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് സ്വാഭാവിക ജാമ്യത്തിൽ പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതിന് സമാനമായ രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നു. അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ അല്ലെങ്കിൽ SITയുടെ മേൽ കടുംപിടുത്തം നടത്തുന്നു എന്ന രീതിയിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കടുത്ത പ്രക്ഷോഭം തന്നെയാകും ഇന്ന് രാവിലെയും നിയമസഭയിൽ ഉണ്ടാവുക. ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്നൊക്കെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ്, പരസ്പരം പോർവിളിക്കുന്ന രീതിയിൽ ചേംബറിനകത്തേക്ക്, സ്പീക്കറുടെ ചേംബറിനകത്തേക്ക് MLA-മാർ അതിക്രമിച്ച് കയറുന്നു, വാച്ച്മാർ തള്ളുന്നു. പക്ഷേ MLA-മാർക്കെതിരെ നടപടി ഇന്നലെ ഉണ്ടായില്ല. ഇന്ന് കുറച്ച് കൂടുതൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ സമാനമായി 2 ദിവസം തുടർച്ചയായി സ്പീക്കറുടെ ചേംബറിലേക്ക് അതിക്രമിച്ച് കയറുക, അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നാൽ ഉറപ്പായി MLA-മാർക്കെതിരെ നടപടി ഉണ്ടാകും. ആ രീതിയിലേക്ക് എന്തായാലും ഇന്നലത്തേതിനേക്കാൾ കുറച്ച് കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. കാരണം അത്രയേറെ സമൂഹത്തിൽ ചർച്ചയാകുന്നൊരു വിഷയമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഹൈക്കോടതി ഉണ്ടായ ചില പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി മാത്രമാണ് സർക്കാർ അതിനെ പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. അതോടൊപ്പം നിയമസഭയിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കേന്ദ്ര ബജറ്റ് കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി ഇന്ന് പ്രമേയം അവതരിപ്പിക്കും. സ്വാഭാവികമായും ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രമേയത്തെ ഏകകണ്ഠമായി തന്നെ അനുകൂലിക്കുകയും പ്രമേയം പാസ്സാക്കപ്പെടുകയും ചെയ്യും. കാരണം കേന്ദ്ര സർക്കാർ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു, കേരളത്തിന് ഒന്നും ലഭിച്ചില്ല, കേരളം ഈ ഇന്ത്യയുടെ ഭൂപടത്തിലുണ്ട് എന്ന കാര്യം പോലും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ മറന്നു എന്നാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയും കേന്ദ്രം കേരളത്തെ അവഗണിച്ചു എന്ന് ഉയർത്തിക്കാട്ടി കടുത്ത പ്രതിഷേധം ുകയാകും കേരള നിയമസഭ എന്ന് മുഖ്യമന്ത്രി ഇതിനുശേഷം, അതായത് ചോദ്യോത്തരവേളയും ശൂന്യവേളയ്ക്കും ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും പ്രമേയം അവതരിപ്പിക്കുക. തീർച്ചയായിട്ടും എന്തായാലും കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായിട്ടുള്ള പ്രതിഷേധം ഇന്നും നിയമസഭയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ SITയുടെ മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും 9 മണിക്ക് സഭാ നടപടികൾ ആരംഭിക്കും. അൻഫ്ലിറ്റ് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.